ഹലോ എവ്രി വൺ, നാച്ചു സാറാണ്. ഇംഗ്ലീഷ് എക്സാമിൽ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ഈ നറേഷനും റൈറ്റപ്പും. ആർ ദേ സെയിം? ഇഫ് ദേ ആർ നോട്ട് സെയിം, വാട്ട് ആർ ദ ഡിഫറൻസസ്? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നോക്കൂ, ഒരു നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവരണമാണ്. ഒരു കഥയെ, ഒരു സംഭവത്തെ നിങ്ങൾ വിവരിക്കുന്നു. ആൻഡ് ടെല്ലിംഗ് എ സ്റ്റോറി ഓർ ഡിസ്ക്രൈബിംഗ് ഇവന്റ്സ് ഇൻ സീക്വൻസ്. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ടൈറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നറേഷൻ കൊടുത്തിട്ടുണ്ടാവണം. ദെൻ അവിടെ POV, പോയിന്റ് ഓഫ് വ്യൂ, വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് POV എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്യാരക്ടറിന്റെ ഐ വെച്ചാണോ എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിട്ടാണോ എഴുതുന്നത് എന്നാണ് പോയിന്റ് ഓഫ് വ്യൂ. നറേഷനിൽ പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു നറേഷൻ എന്തുണ്ടായിരിക്കണം? ബിഗിനിങ് ഉണ്ടായിരിക്കണം, മിഡിൽ ഉണ്ടായിരിക്കണം, എൻഡ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ സീക്വൻഷ്യൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകണം. എത്ര പേജ് എഴുതണം സാർ പരീക്ഷയ്ക്ക്? 7 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഒരു 2 സൈഡ്, ഒരു പേപ്പറിന്റെ ഒരു സൈഡും മറ്റേ സൈഡും മാക്സിമം എഴുതിയാൽ മതി. ഒരു 3ാമത്തെ സൈഡ് എഴുതിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഡിഫിക്കൽറ്റി ലെവൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു 2 സ്റ്റാർ കൊടുക്കാം. ഇനി റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുറിപ്പാണ്, എസ്സേ ആണ്, ഉപന്യാസമാണ്. അവിടെ നിങ്ങൾക്ക് ഒരു ടോപ്പിക് തന്നിട്ടുണ്ടാവും. ആ ടോപ്പിക്കിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കണം, ടോപ്പിക് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കണം. എന്നിട്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ചാപ്റ്ററുമായിട്ട് ആ ടോപ്പിക്കിനെ കണക്ട് ചെയ്യുക. എന്നിട്ട് ബോഡി ഓഫ് ദ റൈറ്റപ്പ് എഴുതുക. ദെൻ ഒരു കൺക്ലൂഷൻ, ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കൂടെ കൊടുക്കാം. വീണ്ടും ഒരു പേജ്, അതായത് ഒരു പേജിന്റെ 2 സൈഡാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു അടുത്തൊരു പേജിന്റെ ഒരു സൈഡ് കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ അതിൽ കൂടുതൽ ആവശ്യമില്ല. ഡിഫിക്കൽറ്റി ലെവൽ നമുക്കൊരു 3 സ്റ്റാർ കൊടുക്കാം. നറേഷനേക്കാൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇത് റൈറ്റപ്പ്. സോ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇന്ന് വൈകുന്നേരം ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈവിൽ ചേരുന്നുണ്ട്. സോ ആ മാരത്തൺ ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഐ വിൽ സീ യു ദേർ. താങ്ക് യു.